റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. വീണ്ടും സംഗമിക്കാൻ അവസരം നൽകിയ കാരുണ്യവാനായ അള്ളാഹുവിനെ അകമഴിഞ്ഞ് നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വിശ്വാസികളെ, പരിശുദ്ധ റമളാൻ റബ്ബിൻ്റെ അനുഗ്രഹത്തോടെ നമ്മിലെത്തി നമ്മളൊക്കെ നോമ്പുകാരായി അള്ളാഹു എന്തുദ്ദേശിച്ചോ ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ ജീവിതയാത്ര, അത് പരിശുദ്ധമായ സ്വർഗീയ പ്രവേശനത്തിന് കാരണമാകും വിധം സർവോപരി അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന ഏറ്റവും വലിയ മഹാലക്ഷ്യത്തിലേക്കെത്തും വിധം കർമ്മങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലൂടെ സമർപ്പിക്കാൻ റബ്ബ് അനുഗ്രഹിക്കട്ടെ.
ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ റമളാൻ എന്താണോ അത് പ്രത്യേകമാകുന്നത്, അത് ഖുർആൻ ആഗതമായി എന്നതുകൊണ്ടാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ ഇറക്കപ്പെട്ടു പരിശുദ്ധ റമളാനു ശരീഫിൽ. പിന്നെ അതിൻ്റെ ഖുർആനിൻ്റെ മഹത്വം പറയുന്നു, ഹുദൽ ലിന്നാസ് അങ്ങനെ പറയുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കാനുള്ളത്, റമളാനിൻ്റെ തുടക്കത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാൽ, ഒന്ന് മനസ്സ് വച്ചാൽ നേടാൻ കഴിയുന്ന കാര്യമായതുകൊണ്ട് ആ രീതിയിൽ ഉൾക്കൊള്ളുമെന്ന വിശ്വാസത്തോടെ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു മാസം തന്നെ അള്ളാഹു നമുക്കിങ്ങനെ മനോഹരമാക്കിയത് ആ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഖുർആൻ അത് ഏറെ അത്ഭുതകരമായ ഒരു സവിശേഷമായ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു സൃഷ്ടികളായ നമ്മോടുള്ള നിലക്കാത്ത സംസാരമാണ്. ഖുർആൻ ഒരിക്കലും ഒരു സൃഷ്ടിയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാവനയിലിരുന്ന് എഴുതി വെച്ച ഒരാശയമല്ല ഖുർആൻ, മറിച്ച് അത് അള്ളാഹുവിൻ്റെ കലാമാണ്. പുണ്യ റസൂൽ ഉൾപ്പെടെയുള്ള ലോകത്ത് വരാനിരിക്കുന്ന സകല ചരാചരങ്ങൾക്കും ഖുർആൻ ഒരു മാർഗദർശിയാണ്, ഖുർആൻ ഒരു ഭരണഘടനയാണ്, ഖുർആൻ ഒരു നിയമസംഹിതകളാണ്. അത് ഒരിക്കലും നിലച്ചു പോകാത്ത റബ്ബിൻ്റെ ഒരു കലാമാണ്, ഒരു ശബ്ദമാണ്, ഒരു ഉമ്മത്തിനോടുള്ള, സമൂഹത്തോടുള്ള അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥിതികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. ആ ഖുർആനിനെ കൂടുതൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അതിനുള്ള ഒരു ചിന്തയാണ് ഈ ഒരു മാസത്തിലൂടെ നമുക്കുണ്ടാകേണ്ടത്. ഖുർആൻ അമാനുഷികമായൊരു ഗ്രന്ഥമാണ്. മനുഷ്യനെ അവൻ്റെ ഹൃദയാന്തരങ്ങളിൽ അതിൻ്റെ ആയത്തുകളെ അതിൻ്റേതായ അർത്ഥത്തിൽ അത് എത്തുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ വളരെ വലിയ കോളിളക്കമുണ്ടാക്കാനും സർവോപരി സൃഷ്ടാവായ അള്ളാഹുവിലേക്കുള്ള ആ വലിയ ചിന്തകൾ രൂപപ്പെടാനും ഖുർആൻ കാരണമാക്കുന്നു. മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ച ഒരു ചരിത്രമാണ്, നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലം, പ്രവാചകരുടെ പ്രബോധനത്തിൻ്റെ പ്രഥമ ഘട്ടം, ആ ഘട്ടത്തിൽ ഉമറിൻ്റെ ചരിത്രം മക്കയിൽ മറ്റൊന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പരിശുദ്ധ ഹറമിൻ്റെ പരിസരത്ത് ജബൽ ഉമർ എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൻ്റെ പേരോട് കൂടെ ഇന്നും നിലനിൽക്കുന്നത് കാണാൻ കഴിയും. ജബൽ കഅബ, ജബൽ ഉമർ എന്നൊക്കെ പറയും. ഈ ജബൽ ഉമർ എന്ന ആ പർവ്വതത്തിന് പേര് വരാനുള്ള കാര്യം എന്താണ്? ഇസ്ലാമിക പ്രവേശനത്തിന് മുമ്പ് ഉമർ റളിയല്ലാഹുവിൻ്റെ വിരഹ കേന്ദ്രമായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ വെച്ചായിരുന്നു. ആ കുന്നിൻ്റെ മുകളിൽ, ഒരു ഉദാഹരണം പറയട്ടെ, സത്യമംഗലം കാട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളുടെ പേര് നിറഞ്ഞു വരുമായിരുന്നു. എന്നാൽ അക്കാലഘട്ടത്തിൽ ജബൽ ഉമർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു വരുന്ന ഒരു പേരായിരുന്നു ഉമർ. അത്രമാത്രം ജീവിതത്തിൻ്റെ
ഗുണഗണങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് ഉമർ ഇങ്ങനൊരു പ്രവാചകനെക്കുറിച്ചും തൻ്റെ സഹോദരി ആ പ്രവാചകൻ്റെ സമുദായ അംഗമാണ് എന്ന വിവരവും അദ്ദേഹം അറിയുന്നത്. അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം തൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ താൻ ഉൾപ്പെടെയുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു പുതിയ പ്രവാചകൻ, ആ പുതിയ പ്രവാചകൻ്റെ അനുയായികളിൽ തൻ്റെ സഹോദരി അത് അംഗീകരിക്കാൻ കഴിയാതെ സഹോദരിയെ വകവരുത്താൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. യഥാർത്ഥത്തിൽ അത് അറിഞ്ഞതും താൻ ഏറ്റവും വലിയ ലക്ഷ്യമാക്കിയത് തൻ്റെ സഹോദരി ഉൾപ്പെടെ ഇങ്ങനെ കൊണ്ടുവന്ന മുഹമ്മദിനെ വധിക്കലായിരുന്നു. ആ മുഹമ്മദിനെ വധിച്ചാൽ കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളൊക്കെ ലക്ഷ്യം വെച്ച് പോകുമ്പോഴാണ് സഹോദരിയെക്കുറിച്ച് അറിഞ്ഞത്. ഉടനെ സഹോദരി അടുക്കലേക്ക് പോയി. ആ സഹോദരിയിൽ നിന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഏതാനും വചനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കാൻ അവസരമുണ്ടായത്. ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു സമയത്ത് ഖുർആനിൽ നിന്ന് കേട്ട ഏതാനും ചില ഭാഗങ്ങൾ അത് കേട്ടപ്പോഴേ ആ മനുഷ്യൻ്റെ മനസ്സിൽ അത് വലിയൊരു തരംഗമായിരുന്നു, വലിയൊരു ആവേശമായിരുന്നു. ആദ്യം വൈകാരികമായ മനോഭാവത്തോടെ സഹോദരിയെ അടിച്ചുവെങ്കിലും പിന്നീട് നേരത്തെ കേട്ട അവിടെ പാരായണം ചെയ്യപ്പെട്ട ഖുർആനിൻ്റെ വാക്യങ്ങൾ അത് വലിയൊരു മാറ്റൊലിയായി തൻ്റെ മനസ്സിൽ അത് പ്രകമ്പനം മുഴങ്ങിയപ്പോൾ ആ സഹോദരിയോട് പിന്നീട് ചോദിക്കുകയാണ്, നീ പാരായണം ചെയ്ത വാക്യങ്ങൾ എവിടെ? എനിക്ക് കൂടെ ഇതൊന്ന് കാണണം. അംഗശുദ്ധി വരുത്താൻ ആവശ്യപ്പെടുകയും ഏതാനും ഭാഗങ്ങൾ കൂടി കേട്ടപ്പോൾ താൻ ആരെ വധിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി പുറപ്പെട്ടോ ആ മനുഷ്യനെ കാണാനും ദൈവികമായി തൻ്റെ ഹൃദയത്തിലേക്ക് വളരെ ആവേശത്തോടെ കേൾക്കാൻ കഴിഞ്ഞ ആ വാക്യങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച പ്രവാചകനെ കാണാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടെ കടന്നു ചെന്ന് ഊരിപ്പിടിച്ച വാളുമായി ഏതൊരു തലയെടുക്കാനാണോ പോയിരുന്നത് ആ വാള് വലിച്ചെറിഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു നബിയെ, അങ്ങ് അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയെ, അല്ലാഹു ഏകനാണ് എന്ന് ഞാൻ ഉറക്കെ പറയുന്നു നബിയെ. ഇതിന് പ്രവാചകനെ പ്രേരിപ്പിച്ചത് ഖുർആനിൻ്റെ ഏതാനും ചില വാക്യങ്ങളായിരുന്നുവെങ്കിൽ അമാനുഷികമായ അള്ളാഹുവിൻ്റെ ഒരു കലാമാണ് വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഖുർആൻ നമ്മുടെ വീടുകളെ സജീവമാക്കണം, മസ്ജിദുകളെ സജീവമാക്കണം. അതിൻ്റെ മനോഹരമായ പാരായണങ്ങൾ എല്ലായ്പ്പോഴും ജീവിതത്തിലുണ്ടാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ആരും ഷഫാഅത്ത് ചെയ്യാനില്ലാത്ത ഘട്ടത്തിൽ, ആരാരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ നാളെ പരിശുദ്ധ ഖുർആൻ നമുക്ക് സഹായിയായി വരുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിൻ്റെ പ്രാരംഭഘട്ടമാണിവിടെ. ഖത്തമുകൾ പൂർത്തീകരിക്കാൻ സഹോദര സഹോദരിമാർ എല്ലാറ്റിനേക്കാളും ഉപരി സമയം കണ്ടെത്തണമെന്ന് എന്നോട് നിങ്ങളോടുമൊക്കെ ഓർമ്മപ്പെടുത്താൻ ഈയൊരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഖുർആൻ ഓതുമ്പോൾ റഹ്മത്തിൻ്റെ മാലാഖമാർ അവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകൾ എന്നീ കാണുന്ന സൗകര്യങ്ങളില്ലായിരുന്നു. കൊട്ടാര സമാനമായ സൗധങ്ങളോ മണിമന്ദിരങ്ങളോ ആയിരുന്നില്ല. ഓലക്കുടിലുകളും ആ ഓലക്കുടിലുകളിൽ ചിമ്മിണി വിളക്കിൻ്റെ വെട്ടത്തിൽ വളരെ ഭക്തിയോട് കൂടെ ഖുർആൻ ഓതിയിരുന്ന വീടിൻ്റെ അകത്തളങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാമ്മമാർ ഇന്ന് എന്നോ പോയി മറഞ്ഞ ഓർമ്മകൾ മാത്രമായി അവശേഷിക്കുകയാണ്. മസ്ജിദുകളിൽ വളരെ നേരത്തെ സ്ഥലം പിടിച്ച് എഴുത്തികാഫിൻ്റെ നിയ്യത്തോടു കൂടെ ഇരുന്നിരുന്ന
നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് നമുക്കൊരു ഓർമ്മകൾ മാത്രമാണ്. എന്നാൽ ഇവിടെയാണ് ആ ഒരു സാഹചര്യത്തിൻ്റെ ഒരു പുനരാവിഷ്കരണം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകിയ വലിയ സന്ദേശമാണത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ ഭാവനയിലൂടെ, ആ പരിശുദ്ധമായ നാമത്തിലൂടെ തുടക്കം കുറിക്കാൻ ആവശ്യപ്പെട്ട ആ ഒരു വാക്യത്തിൻ്റെ, ഖുർആനിൻ്റെ സവിശേഷമായ പരിശുദ്ധി നിങ്ങൾ ആലോചിച്ച് നോക്ക്. 6-ാം നൂറ്റാണ്ടിൽ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു സാധാരണ വ്യക്തി, ഖുറൈശി തറവാട്ടിലെ അബ്ദുല്ലാൻ്റെ മോൻ, അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കിടാവ്, അബൂ താലിബിൻ്റെ സഹോദരപുത്രൻ, ഖദീജയുടെ പ്രിയതമൻ, അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ എന്ന് അല്ലമീനെന്ന് എല്ലാവരും വിളിച്ചിരുന്ന ആ പുണ്യ പൂമേനിയുടെ ഹിറാ ഗുഹയിൽ നിന്ന് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം, ജബലുന്നൂറിൻ്റെ മുകളിലുള്ള ഹിറയിൽ പരിശുദ്ധ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം ഇന്ന് എവിടെ എന്ന് ചോദിച്ചാൽ 140 രാഷ്ട്രങ്ങൾക്കപ്പുറം അതെത്തി. കോടാനക്കോടി മനുഷ്യന്മാർ അപരിശുദ്ധമായ പ്രവാചകരുടെ അനുയായികളായി ലോകത്തുനിന്ന് കഴിയുമ്പോൾ അവർ വാക്യം സൃഷ്ടിച്ച അതിൻ്റെ മാസ്മരികമായ അതിൻ്റെ പ്രകടനം അത് എന്തുകൊണ്ട് സാധ്യമായി എന്ന് ചോദിച്ചാൽ അതിലുള്ള മാനവികതയുടെ, സാഹോദര്യത്തിൻ്റെ, സർവോപരി ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും ഒരുപോലെ പരാമർശിച്ചുകൊണ്ട് മനുഷ്യൻ ഏതൊക്കെ തലങ്ങളിലുണ്ടോ അവൻ്റെ ജനനം മുതൽ മരണം വരെ, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, കുടിൽ മുതൽ കൊട്ടാരം വരെ വ്യാപിച്ചു കിടക്കുന്ന സകല നിയമ സംഹിതകളുടെയും സമ്പൂർണമായ അതിൻ്റെ ഒരു ജീവിത നിയമവ്യവസ്ഥിതികൾ അത് എക്കാലത്തും കാലങ്ങളില്ലാതെ ദേശങ്ങളില്ലാതെ ആളുകൾക്കെന്നും സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മനോഹരമായ ആശയമാണ്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, ഈ റമദാൻ ഷരീഫിൽ നമ്മളതിൻ്റെ വാഗ്ദാക്കളും അതിൻ്റെ പ്രയോക്താക്കളുമാകണം. കരുണക്കടലായ അള്ളാഹു നമുക്കതിൻ്റെ തൗഫീക്ക് നൽകട്ടെ. മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.